നല്ല അടിപൊളി ഒരു പുയ്യാപ്പിളക്കോര, നമ്മളെ കോഴിക്കോട് പറഞ്ഞാൽ പുയ്യാപ്പിളക്കോര നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. ആദ്യം ഞാനത് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് നല്ലോണം വരിഞ്ഞെടുക്കുന്നുണ്ട്. വരിഞ്ഞെടുത്ത് നല്ല ചെറിയ ചെറിയ വരിച്ചിൽ തന്നെ ആക്കി, കാരണം നന്നായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്നിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ നമ്മുടെ ആവശ്യത്തിന്, പിന്നെ കുറച്ച് മസാല, ഫിഷ് മസാലയാണ്, കുറച്ച് ഉപ്പും ഇട്ടിട്ട് ചെറിയ രീതിയിൽ വെള്ളം യോജിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നുമല്ല, വെള്ളം കുറച്ചിങ്ങനെ ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് നല്ലൊരു പരുവത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഈ മീനിലേക്ക് നന്നായിട്ട് അത് തേച്ച് പിടിപ്പിക്കുക. ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കുക. കുറച്ച് വലിയ സൈസ് മീനാകുമ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാലേ അതിൻ്റെ മസാല എല്ലായിടത്തും എത്തുള്ളൂ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ഞാനതവിടെ വെച്ചിട്ടുണ്ട്, കുറച്ചൊരു അരമണിക്കൂർ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കരിവേപ്പില, ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. കരിവേപ്പില ഇടുമ്പോൾ വല്ലാണ്ട് അതങ്ങ് മുരിഞ്ഞ് ഇതായി പോകില്ല. ഒരു നല്ലൊരു വൃത്തിയിലിങ്ങനെ ഒരുപാട് നെരിഞ്ഞ് കിട്ടാതെ നല്ലൊരു വൃത്തിയിൽ വെന്ത് കിട്ടും. വലിയ മീനായതുകൊണ്ട് ഞാൻ മൂടി വെച്ചിട്ടാണ് അത് വേവിച്ചെടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് വേവ്, അത് ഒരുപാട് വേവൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു മീനിൻ്റെ ഫ്രൈ. ടേസ്റ്റിയാണ്. താങ്ക് യു.